ഹലോ ഗേസ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അവിയലാണ്. കേരള സ്റ്റൈൽ അവിയൽ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതിനെക്കുറിച്ച് പരിചയപ്പെടാം. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അവിയൽ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ: ക്യാരറ്റ്, ബീൻസ്, പച്ചയേത്തയ്ക്ക, ചേന, മുരിങ്ങക്കോല, വെള്ളരിക്ക, ഉരുളക്കിഴങ്ങ്, മത്തങ്ങ, ഗ്രീൻ പീസ്, പച്ചമുളക് 2-3 1 കപ്പ് തേങ്ങ ചിരവിയത്, 1 ടീസ്പൂൺ ജീരകം, 1/2 കപ്പ് തൈര്, 1 സ്പ്രിംഗ് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ, ഉപ്പ് ആവശ്യത്തിന്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവയാണ്. ഇപ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പച്ചക്കറികൾ തൊലി കളഞ്ഞ നേർത്ത കനത്തിൽ ഒരേ രീതിയിൽ അരിയുക. ഇവ ഒരു കുക്കറിലിട്ട് വേവിക്കുക. അതിനുശേഷം ഒരു ചീനിച്ചട്ടി എടുക്കുക. അതിലേക്ക് നാടൻ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് കടുക് പൊട്ടിക്കുക. ഇഞ്ചി, സവാള, കറിവേപ്പില ഇവ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഇതിലേക്ക് ഇടുക. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇവ ആവശ്യത്തിന് ചേർക്കുക. ഇവയെല്ലാം ചേർത്ത് ഒരു 5 മിനിറ്റ് വേവിക്കാൻ വെക്കുക. ഈ സമയം കൊണ്ട് നമുക്കൊരു തേങ്ങ പേസ്റ്റ് തയ്യാറാക്കാവുന്നതാണ്. അരച്ച തേങ്ങ, ചിരവിയ തേങ്ങ, ജീരകം, പച്ചമുളക് എന്നിവ ഒരു നാടൻ പേസ്റ്റ് പൊടിച്ചെടുത്ത് പൊടിക്കാൻ സഹായിക്കുന്ന കുറച്ച് വെള്ളം കൂടി ചേർക്കാവുന്നതാണ്. ഇവയെല്ലാം പച്ചക്കറികൾ നല്ലവണ്ണം വെന്തതിന് ശേഷം നമ്മൾ ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന മിശ്രിതം അതിലേക്ക് സൗമ്യമായി ഇളക്കി കൊടുക്കുക. അങ്ങനെ തേങ്ങാ പേസ്റ്റ് എല്ലാ പച്ചക്കറികളിലും പിടിക്കുന്നു. സ്വാദുകൾ കൂടിച്ചേരുന്നതിന് കുറഞ്ഞ ചൂടിൽ 5 മിനിറ്റ് വേവിക്കുക. തൈരും കറിവേപ്പിലയും അതിലേക്ക് ചേർക്കുക. തൈര് അമിതമായി ചൂടാക്കുകയോ തിളപ്പിക്കുകയോ ചെയ്യാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക. തീ അണച്ച ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇത് മനോഹരമായ സൗകര്യവും പരമ്പരാഗത കേരളീയ രുചിയും നൽകുന്നു. ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കുക. അപ്പോൾ സ്വാദിഷ്ടമായ അവിയൽ റെഡി. ഇവ നാടൻ ചോറിനൊപ്പം സൈഡ് ഡിഷായി ഉപയോഗിക്കാം. കൂടുതലോ കുറവോ വെള്ളം ചേർത്ത് നിങ്ങൾക്ക് അവിയലിൻ്റെ തീരുവ ക്രമീകരിക്കാവുന്നതാണ്. ചിലർ ഇതിനെ വരണ്ടതാക്കി ഉപയോഗിക്കുന്നു. മറ്റുള്ളവർ ഇത് അല്പം സോസിയറായി ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നു. കേരളത്തിൽ ചില പ്രദേശങ്ങളിൽ ഇവ തൈരിന് പകരം വാളംപുളി ഉപയോഗിച്ച് തയ്യാറാക്കുന്നുണ്ട്. നിങ്ങൾ തയ്യാറാക്കി നോക്കിയ ശേഷം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നതിന് വരെ ഗുഡ് ബൈ.